അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിന്നൊരു മട്ടൻ്റെ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. മട്ടൻ ഇത് ഒരു 3/4 കിലോ മട്ടൻ ഉണ്ടാവും. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, വെളുത്തുള്ളി, ഇത് കുറച്ച് വേപ്പിൻ്റെ കൂട്ട ഞാൻ അരച്ചിട്ടാം. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും. ഈ മട്ടൻ്റെ മേലക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ജീരകപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും മുളകും പൊടി. എരിവ് അധികം ഇവിടെ വേണം, അതുകൊണ്ടാണ് ഇത്ര തോന്നത്തക്കണ. എരിവ് കുറവുള്ളവർക്ക് ഇത്രയും എടുക്കേണ്ട, 1 ടീസ്പൂൺ മതിയിട്ട്, എരിവ് അധികം കഴിക്കാത്തവർക്ക്. ഇനി നമ്മൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാനിവിടെ ആട്ടിയായിരിക്കണം, അതിന് കളർ വ്യത്യാസം അങ്ങനെ കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ നന്നായി തിരുമ്പുക. നല്ലോണം തിരുമ്പി ചേർത്തിട്ട് നല്ലോണം മസാല ഒക്കെ അതിമ ഇറച്ചി നല്ലോണം പിടിച്ചിട്ട് വെള്ളം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. 2 വലിയ സവാളയും 2 വലിയ തക്കാളിയാണ് ഞാൻ അതിലേക്ക് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ്. അതിൻ്റെ ഒക്കെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സവാള തക്കാളിയും വലുത് 2 എണ്ണമാണ് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണിത് നന്നായി കുഴക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ട് വേവട്ടെ. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളമാണ് കുടഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കാം. ഒരു 5 വിസിലടിച്ചോട്ടെ. കാരണം ഇത്തിരി മൂത്ത ഇറച്ചിയാണ്, മൂക്കുള്ള ആടാണ് തോന്നുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഒരു 5 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിടാം. എന്നിട്ട് തുറന്നിട്ട് വെന്താൻ നോക്കിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ 5 വിസിൽ വന്ന് നമ്മളെ മട്ടൻ 5 വിസിൽ വന്ന് നമ്മൾ തുറന്ന് നോക്കുക വെന്താന്ന്. വെള്ളമൊക്കെ കണ്ടിട്ടാ കണ്ടില്ലേ? നമുക്കൊന്ന് ഇളക്കി അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കൈ കഴുകിയ വെള്ളം മാത്രം തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വളരെ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം നല്ല കുറച്ചിട്ടാണ് ഞാനിത് 5 വിസിലടുപ്പിച്ചത്. ഭക്ഷണമൊക്കെ വെന്ത് ഇനി ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ എരിവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കൊരു 5-6 ചുള ചുവന്നുള്ളി, വലിയ ചുള ഉള്ളിയാണെങ്കിൽ 6 ചുള, അല്ലെങ്കിൽ ചെറിയതാണെങ്കിൽ ഒരു 10 ചുള ചുവന്നുള്ളി കുറച്ച് തൊണ്ടളഞ്ഞ് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിടാം. എന്നാൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും. ആ വറവിടുമ്പോൾ ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി അതിൽ ചേർത്തോളാം. എനിക്ക് കറിവേപ്പില കൂടി വറവിടുക. ഞാൻ വറവിടുന്ന കാണിക്കണില്ല, കാരണം കുറച്ച് സമയക്കുറവ് തിരക്കുണ്ട്, അതുകൊണ്ടാണ് വറവിടുന്ന കാണിക്കാത്തത്. വേണ്ടിയവർക്ക് വറവിട്ടാൽ മതി. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. വറവിട്ടാൽ ഒന്നുകൂടി രുചി കൂടും.